ഹായ് ഫ്രണ്ട്സ്, ഒരു ചൈനീസ് വാമ്പയർ മിനി സീരീസ് ആണ് നമ്മൾ കാണുന്നത്. സീരീസിന്റെ പേരറിയണം എന്നുള്ളവർക്ക് വീഡിയോന്റെ റൈറ്റ് സൈഡ് കോർണറിൽ എഴുതിയിട്ടുണ്ട്. കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള വാമ്പയർ ഹീറോയെ എങ്ങനെയാണ് ഹീറോയിൻ വളച്ചെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഹീറോ, പേര് ചോങ് യോങ്. വർഷങ്ങളായിട്ട് ജീവിച്ചവരാണ്. ഇനി ഒരുപാട് വർഷം ജീവിക്കാനുള്ള ഒരു എറ്റേണൽ ലൈഫാണ് തനിക്കുള്ളത്. പക്ഷേ അതൊരു വരമായിട്ടല്ല, ശാപമായിട്ടാണ് ചോങ് യോങ് കണക്കാക്കുന്നത്. കാരണം അവൻ ഇഷ്ടപ്പെട്ട എല്ലാവരും പെട്ടെന്ന് മരിക്കും. മരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവൻ്റെ ഹൃദയം വെച്ച് നോക്ട്രോൺ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ടാക്കുക. അത് എപ്പോഴാണോ ബ്ലൂം ചെയ്യുക അപ്പോൾ അവന് മരിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയം വെച്ച് നോക്ട്രോൺ എന്നുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ബ്ലൂം ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ, സെഞ്ചുറീസ് കടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോയിൻ ഒരു കൂരമേലിരുന്ന് കുടിച്ചുകൊണ്ട് അവളുടെ ശാപത്തെക്കുറിച്ചാണ് പുലമ്പുന്നത്. അവളുടെ ക്ലാനിലെ ആൾക്കാർ ചെറിയ പ്രായത്തിൽ മരിക്കും. അങ്ങനെ മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ യാൻ ക്ലാനിലെ, അതായത് നമ്മുടെ ഹീറോയുടെ ക്ലാനിലെ ആരെങ്കിലും മാരേജ് ചെയ്യണം. അത് ട്രൂ ലവ് ആണെങ്കിൽ മാത്രം ആ ഒരു കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അവൾക്ക് കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇതും പറഞ്ഞ് എണീക്കുമ്പം കയ്യിൽ തട്ടി കൈ മുറിയുന്നു, ബ്ലഡ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ്റെ നോക്ട്രോൺ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അവള് കൂരമേലേന്ന് താഴെ വീഴുമ്പം കറക്റ്റായിട്ട് ഹീറോ ഒന്ന് ക്യാച്ച് ചെയ്ത് താഴെ നിർത്തുന്നുണ്ട്. അവള് നോക്കുമ്പം നല്ല ബോഡിയൊക്കെ ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ളൊരു ചെറുക്കൻ. നീ ആരാണെന്ന് ചോദിക്കുന്നതിന് ഹീറോയുടെ കണ്ണുകൾ അങ്ങനെ ചുമന്നിരുന്നു. ഹീറോയിൻ്റെ കൊരവെള്ളി കടിക്കുവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ മയക്കത്തിൽ എണീക്കുമ്പം ഒരു വലിയ വീട്ടിലാണുള്ളത്. കഴുത്തിന് പിടിച്ചോണ്ട് പേടിച്ചോണ്ട് എണീക്കുമ്പം നീ എണീറ്റോന്നൊരു സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പം ആ റൂമിന് പുറത്തായിട്ട് ഒരു കസാരയിൽ ആരോ ഇരിക്കുന്നുണ്ട്. ഹീറോ യാൻ ക്ലാനിലുള്ളതാണെന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറയുന്നു. അത് ഹീറോയ്ക്ക് ദേഷ്യം വരുത്തുന്നുണ്ട്. നേരെ വന്ന് അവളുടെ കഴുത്തിനെ പിടിച്ച് പൊക്കി പിടിക്കുകയാണ്. നിന്റെ ക്ലാനിലെ ബ്ലഡ് ഞങ്ങളുടെ ക്ലാനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് എനിക്ക് നീ ഒന്നുമല്ല. നേരത്തെ ഹീറോയിനെ രക്ഷിക്കാൻ വന്നായിരുന്നല്ലോ, ആ സമയത്ത് അവൻ കടിക്കാൻ വന്നപ്പം അവളുടെ ഹെയർ പിൻ വെച്ചിട്ട് അവൻ്റെ കഴുത്തിലെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ മാർക്കായിട്ട് വന്ന് മറഞ്ഞുവാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഛർദ്ദിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ മേത്തേക്ക് എന്നെ മയങ്ങി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഹീറോയുടെ ബെഡിൽ മയങ്ങി എണീറ്റിരുന്നത്. അവളുടെ ക്ലാനിലെ ആൾക്കാർ 25 വയസ്സാകുമ്പോഴേക്കും മരിക്കും. ഫുൾ മൂണിൻ്റെ അന്ന് ഭീകരമായ വേദന അനുഭവിച്ച് വേണം മരിക്കാൻ. അതുകൊണ്ട് ഹീറോയോട് ഹീറോയിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മാരേജിന് കേട്ടത് ഇവന് ഷോക്ക്. അതൊന്നും നടക്കാത്ത കാര്യമാണ്. നീ നിന്റെ പാട്ട് നോക്കി പോച്ചേന്ന് പറയുമ്പം അവളാണെങ്കിൽ പോകുന്നില്ല. ഭയങ്കരമായിട്ട് കിഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ മനസ്സ് ഇറങ്ങുന്നില്ല. എന്നിട്ട് അവൻ്റെ പവർ ഉപയോഗിച്ചാണ് അവളെ വീട്ടിൻ്റെ പുറത്താക്കുന്നത്. ഹീറോ അവൻ്റെ നോക്ട്രസ് ഫ്ലവർ ഉള്ളിടത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ഫ്ലവറിന് ചെറിയൊരു മാറ്റം വന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. അങ്ങോട്ടേക്ക് ഒരു വെള്ള മുടിയുള്ള ഒരാൾ വരുന്നുണ്ട്. ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഫ്ലവറിന് വന്ന മാറ്റത്തിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നതിന് അതേ ഹീറോയിൻ ആണെന്നും അവള് നിന്റെ അടുത്തുണ്ടെങ്കിലേ ഇത് ബ്ലൂം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ശരിക്കും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ എപ്പോഴും ജസ്റ്റ് കൂടെ വെച്ചിരുന്നാൽ മതിയോ അതോ കൊല്ലണോ എന്നുള്ള രീതിക്ക്. അതിനുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് വെള്ളമുടിക്കാരൻ. നമ്മുടെ ഹീറോയിൻ ഒരു ഫ്ലവർ ഷോപ്പാണ് വെച്ച് നടത്തുന്നത്. അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പം കുറച്ച് ആൾക്കാർ ചേർന്ന് അതെല്ലാം അടിച്ചു പൊളിച്ച് ചെടികളൊക്കെ കളയുന്നതാണ് കാണുന്നത്. മെങ് എന്നൊരു ഫാമിലിക്ക് എന്തോ ഒരു തരം ലോട്ടസ് 1 മാസത്തേക്ക് ഡെലിവറി ചെയ്യാമെന്ന് ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുടക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണെങ്കിൽ കുറച്ച് റയറായിട്ടുള്ള, വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലോട്ടസ് ആണ്. അതുകൊണ്ടാണ് താമസിച്ചത്. അതിൻ്റെ പേരിൽ സംസാരിച്ച പോലെ എന്തിനാ ഇതൊക്കെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പം അയാൾ ഇവളെ ഉപദ്രവിക്കുന്നുണ്ട്, പിന്നെയും മുറിയുന്നുണ്ട്. ബ്ലഡ് വരുന്നതും അതൊരു റെഡ് ലൈറ്റ് കണക്ക് ഹീറോയുടെ ഫ്ലവർ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ ഹീറോയിൻ എന്തോ പറ്റിയെന്ന് ഹീറോ സെൻസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ചെടി എടുത്ത് ഹീറോയിനെ അടിക്കാൻ വരുന്നുണ്ട്. അവള് പേടിച്ച് കണ്ണു മൂടുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. എന്താന്ന് നോക്കുമ്പം അവരെല്ലാവരും ഫ്രീസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പുറത്തേക്ക് നോക്കുമ്പം അതിലെ ഹീറോ വരുന്നുണ്ട്. അവനാണ് ഇവരെല്ലാം സ്റ്റക്കാക്കിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്ന ഹീറോ അയാളുടെ കൈ മാറ്റിയിട്ട് അവളെയും ക്രോസ് ചെയ്ത് അതിൽ പോകുന്നുണ്ട്. അവൾ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തെത്തുമ്പം പെട്ടെന്ന് അവളെ ബേക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്നു. അവളെ ഹീറോ അന്വേഷിച്ച് വന്നെന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഹീറോ വന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. അവൻ്റെ ഫ്ലവർ പുറത്തേക്ക് എടുക്കുന്നു. അത് കണ്ടിട്ട് അവൾക്ക് ഒരു മാജിക് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അവൻ അവളുടെ കൈ പിടിച്ച് മുറിച്ച് അവളുടെ ബ്ലഡ് കാരണം അത് പൂക്കുമെന്നാണ് നോക്കുന്നത്. കാര്യം അറിയുമ്പം കൈ മാറ്റിയിട്ട് ഞാനത് ബ്ലൂം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ടാവും. അപ്പോഴേക്കും നീ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് സംശയം. പിന്നെ ഞാൻ എന്തിനാ നീ പറയുന്ന കേൾക്കുന്നതെന്നും പറഞ്ഞ് അവളവിടുന്ന് പോകുമ്പം പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ജീവൻ എടുക്കാൻ എനിക്ക് കുറച്ച് സമയം പോലും ആവശ്യമില്ല, അത് ഓർത്ത് വെച്ചോ.
ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് എന്തോ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ മെങ് ഫാമിലിയിലെ ആളാണെന്ന് മനസ്സിലാക്കാം. കാരണം 100 ലോട്ടസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു 21 ലോട്ടസും കൂടെ കിട്ടാനുണ്ട് എന്ന് പറയുമ്പം ഇപ്പൊ തന്നെ 3 മാസമായി ഇനിയും കിട്ടിയില്ലേന്ന് അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. സർവന്റ് അയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് പേടിച്ചാണ് നിൽക്കുന്നത്. മുട്ടുകുത്തി ഇരുന്നിട്ട് സോറി ചോദിക്കുന്നുണ്ട്. ഒരു ഡപ്പിയിൽ എന്തോ ഒരു സാധനം എടുത്ത് അയാളുടെ കയ്യിലിട്ടിട്ട് തിന്നാൻ പറയാണ്. അത് കഴിച്ചതും അയാളുടെ കണ്ണ് ഫുള്ളായിട്ട് ഭയങ്കര ബ്ലാക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് നിലത്ത് വീണ് കുറച്ച് പെടയുന്നുണ്ട്. എണീറ്റ് നോക്കോളാൻ ആ ഒരു പേഴ്സൺ പറയുമ്പം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റ് പോകുന്നുണ്ട്. ആ പേഴ്സൺ ഒരു ലേഡീൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഹൂലിയാങ്, നീ എന്നെ വിട്ടുപോകാനുള്ള കാരണം ആ ഒരു പേഴ്സണാണ്. എങ്ങനെയും ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് എണീപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിലൊരു ഡാർക്ക് വൈബ്. ഇവിടെ ഹീറോ ഹീറോയിനെയും കൂട്ടിയിട്ട് അവൻ്റെ ആ ഒരു ഫ്ലവർ ഉള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ 5 വർഷമായിട്ട് സ്നോ കണ്ടില്ലെന്നും താൻ 3 മാസത്തെ മരിക്കാൻ പോവാണ്, എനിക്കിനി അത് കാണാൻ പറ്റില്ല എന്ന് വിഷമം പറയുമ്പം ഹീറോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞൊടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്നോ വരുന്നു. അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ട് അവൻ പോലും അറിയാതെ ഒന്ന് ചിരിച്ചു പോകുന്നുണ്ട്. ആ ഫ്ലവർ കാണിക്കുമ്പം അത് കുറച്ച് ബ്ലൂം ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഒരു വീടിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതിലെ ഒരു ലേഡി ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും വരച്ച് മെങ് മെങ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളെയാണ് വിളിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്താ സംഭവം എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം ആ ലേഡീൻ്റെ മോള് ഒരു ദിവസം ആ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയാളുടെ പുറകെ നടന്നെങ്കിലും ആ ആൾക്ക് ഒരു വൈഫ് ഉണ്ടായിരുന്നു, മരിച്ചു പോയതാണ്. പക്ഷെ ഭാര്യനെ അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഈ ലേഡീൻ്റെ മോള് എന്തോ ഫ്ലവർ വെച്ച് ചെയ്തു എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ കുറച്ചായിട്ട് ആ പെണ്ണിനെ കാണാനില്ലെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മെങ് എന്ന് പറയുന്ന ആള് വരുന്നുണ്ട്. ഡോക്ടർ, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറയുമ്പം അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്ന്. അവിടുന്ന് കൂട്ടൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ മാത്രം നേരെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പം അങ്ങോട്ടേക്ക് അവളെ കഴിഞ്ഞ ദിവസം പേടിപ്പിച്ച ആ ഒരാൾ വന്നിട്ട് എന്തിനും ഇങ്ങോട്ടേക്ക് കയറിയത്, മര്യാദയ്ക്ക് പുറത്തു പോകുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഒച്ചപ്പാട് കേട്ടിട്ടാണ് മെങ് അങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം എന്താണെന്ന് പറയുമ്പം അയാളെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ തോളിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അത് എടുത്ത് കളയുന്നുണ്ട്. എട്ടുകാലിയാണെന്ന് പറഞ്ഞിട്ട് അതിന് ബുദ്ധിമുട്ടായെങ്കിൽ സോറിയും ചോദിക്കുന്നു. ഇതിനൊക്കെ എന്തിനാണ് സോറി ചോദിക്കുന്നത്, ഞാൻ നന്ദിയല്ലേ പറയേണ്ടത് എന്ന് ഹീറോയിൻ. അവളുടെ സെന്റ് ശ്രദ്ധിച്ചിട്ട് അതെവിടുന്ന മേടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ കുറച്ച് ഇംപ്രസ് ആയ കണക്കാണ് ഇങ്ങനെ നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതിനുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോകുന്നതിന് മുന്നേ ആ ലോട്ടസ് എത്രയും പെട്ടെന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹീറോയിൻ പോയി കഴിയുമ്പം അവളുടെ മേത്തുനിന്ന് സ്പൈഡർ ആണെന്നും പറഞ്ഞ് എടുത്ത ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതൊരുമാതിരി മിന്നാവിൻ്റെ കണക്കാണുള്ളത്. ശരിക്കും ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പോവാണോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നതിന് ആ ലേഡിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവരെ ഒന്നിപ്പിച്ചേക്കാന്നാണ് മെങ് പറയുന്നത്. പക്ഷെ അതിലെന്തോ ഉൾക്കുത്തുള്ള കണക്കുണ്ട്. അതിനേത്താണ് അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ആ പെണ്ണിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് മുഖത്ത് മൊത്തം അടികൊണ്ട് ചോര വന്ന പോലെ ഉണ്ട്. ഈ പെണ്ണാണെങ്കിൽ അവനെ കണ്ടതും ഭയങ്കര സന്തോഷത്തില് എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞ് കറന്ന് ചാകുവാണ്. ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അതിനുള്ള റിവാർഡ് തരാന്ന് പറഞ്ഞ് അവളുടെ ഫേസിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് കൂടുതൽ ഡ്രഗ്സ് അവളുടെ മേലെ ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. എന്നിട്ട് ആ പിടിച്ച കയ്യ് തുടയ്ക്കുന്നവരുണ്ട്. എന്നിട്ടും ആ പെണ്ണ് വായും പൊളിച്ചാണ് അവനെ നോക്കുന്നത്. എന്ത് തരം മെന്റലാണോ എന്തോ. ഇവിടെ നമ്മുടെ ഹീറോ കാണാതെ അവന്റെ വീട്ടിലേക്ക് ഒളിച്ചു കിടന്ന് അവളുടെ അടുത്ത് കുറെ ബുക്ക് ഉണ്ട്. അത് ടേബിളില് സോഫയിൽ എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ ഹീറോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോ ഒരു ബുക്ക് എന്താണെന്നെടുത്ത് നോക്കുന്ന അവന്റെ കണ്ണ് തള്ളുന്നുണ്ട്. എന്തോ റൊമാൻറ്റിക് ബുക്കാണ്. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്ന സമയത്ത് വേറൊരു ബുക്ക് കാണുന്നു. സോഫയിൽ പോയിരിക്കുമ്പോ അവിടെയും ബുക്ക്, ഫുള്ള് റൊമാൻറ്റിക് ബുക്ക്. നോക്കുന്നിടത്തൊക്കെ അത്. അപ്പോഴാണ് എന്തോ സൗണ്ട് കേൾക്കുന്നത്. ആരാത് നോക്കുമ്പം ഹീറോയിൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് എണീറ്റ് വരുമ്പം അവളാണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്ത്, പൊതുവെ നിങ്ങൾക്ക് സൺലൈറ്റ് പറ്റത്തില്ലല്ലോ, പിന്നെന്താ ഈ ജനൽ മൂടിയിടാത്തേന്ന് ചോദിക്കുകയാണ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് പറ്റാത്തത് എന്ന് ഹീറോ പിന്നെയും ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന്. ജസ്റ്റ് വാതിലോർന്നിരുന്നു, കീറി വന്നയാണെന്ന് പറയുന്നു. എന്നിട്ട് ഹീറോയ്ക്ക് ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്തോണ്ട് വരുന്നു. ബ്ലഡിന്റെ സോസേജ്, പോർക്ക് ബ്ലഡ്, കേക്ക് എന്ന് തുടങ്ങി ഫുള്ള് ബ്ലഡിൻ്റെ ഐറ്റംസ്. എന്നിട്ടൊരു ഡയലോഗും, ഹീറോ ഇത്രയും കാലമായിട്ട് ഒറ്റയ്ക്കല്ലേ താമസിച്ചത്, അതുകൊണ്ട് അവനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഇനി മുതലേ ഞാനുണ്ട് എന്ന്. അതാണ് അവന് സഹിക്കാൻ പറ്റാത്തത്. ഇതിനു മുന്നേ ഞാൻ വളരെ ഓക്കെയായിരുന്നു, പ്രത്യേകിച്ച് ഒറ്റയ്ക്കായിരുന്നു. അപ്പം അത് മാത്രമല്ല, 3 മാസം കഴിയുമ്പോൾ പൂ വിരിഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്തായാലും മരിക്കും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെ ഹീറോ അങ്ങനെയൊന്നും കൈവിടത്തില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം പിന്നെ ഞാൻ ഒരുപാട് പേരെ മരിക്കുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും വലിയ കാര്യമല്ലെന്ന് ഹീറോ. അത് അവക്കൊരുമാതിരി ദേഷ്യ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പ്രൈഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഏപ്രിലിനെ അഴിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ ആ ഏപ്രിലിനെ നോക്കി എന്തോ ആലോചിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോയെ പറ്റുന്നത്രയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്.
ഇവളീ പോകുന്നത് ആ കാണാതെ പോയ പെണ്ണെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരുമാതിരി പ്രേതം പിടിച്ച കണക്കാണുള്ളത്. മേ ബി കുറെ ഡ്രഗ്സ് എടുക്കുന്നേ കൊണ്ടായിരിക്കാം. ഇവള് ഹീറോയിനെ ഫോളോ ചെയ്തു പോകുന്നു. വീട്ടിലെത്തിയിട്ടും ഹീറോയിൻ അറിയുന്നില്ല. ഹീറോയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരാള് ഫ്ലവേഴ്സ് നോക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അടുത്തു പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ കാണാതെ പോയ പെണ്ണാണെന്ന്. നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ പെണ്ണാണെങ്കിൽ ഇവളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഒരു കത്തിയെടുത്ത് ഹീറോയിന്റെ ഫേസ് മുറിക്കാൻ വേണ്ടി വരുവാണ്. ഹീറോയിൻ രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ അവളെ പിടിച്ച് താഴേക്ക് ഇടുന്നു. അപ്പോൾ അവളുടെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഇത് ഹീറോയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ആ കാണാതെ പോയ പെണ്ണാണെങ്കിൽ പിന്നെയും കത്തിയെടുത്ത് നിന്റെ ഫേസ് എനിക്ക് വേണമെന്നും പറഞ്ഞ് അടുത്തേക്ക് വരുവാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഹീറോ വരുന്നത്. സ്റ്റൈലായിട്ട് കൊടയും ചൂടിയിട്ടാണ് വരുന്നത്. സൺലൈറ്റ് കൊള്ളാൻ പാടില്ലല്ലോ. ആ പെണ്ണ് നിർത്താതെ എനിക്ക് എൻ്റെ ഫേസ് വേണമെന്ന് പറഞ്ഞ് പിന്നെയും ഹീറോയിനെ ഉപദ്രവിക്കാൻ വരുവാണ്. ഹീറോ ഇടയ്ക്ക് കയറുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കരമായിട്ട് അടി നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹീറോ വെച്ചിരുന്ന അവൻ്റെ കൊട മാറിപ്പോവാണ്. അവന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊള്ളാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ആ പെണ്ണിനെ അടിച്ചിടുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ മെയിൽ മൊത്തം ഒരുമാതിരി വ്രണമായ കണക്ക് വരുന്നുണ്ട്. ഇതാണ്ട് ഹീറോയിൻ പേടിച്ച് നിൽക്കുമ്പം ആ പെണ്ണിൻ്റെ കൂർത്ത നഖങ്ങൾ വെച്ച് പിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഹീറോയിൻ മറിഞ്ഞു നിൽക്കുമ്പം അവളുടെ മേത്താണ് ആ കീറല് കൊള്ളുന്നത്. ഹീറോയ്ക്ക് തീരെ വയ്യെങ്കിലും അവൻ്റെ പവർ ഉപയോഗിച്ച് എങ്ങനെയോ ആ പെണ്ണിനെ അടിച്ചിടുന്നുണ്ട്. പക്ഷെ അവൻ മയങ്ങി വീഴുവാണ്. ഹീറോയെ ബാത്ടബിലിട്ട് കുളിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് ഹീറോയിൻ ഒരുപാട് നോക്കുന്നുണ്ട്. ആ അബോധാവസ്ഥയിൽ ഹീറോ ആലോചിക്കുന്നത് അവൻ വീക്കായി വരുന്നുണ്ട് എന്നും അതിനർത്ഥം ആ ഫ്ലവർ ബ്ലൂം ചെയ്യാൻ പോവാണെന്നും അതിലൂടെ അവൻ മരിക്കാൻ പോവാണെന്നുമാണ്. ഇതും ആലോചിച്ച് കണ്ണുറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഹീറോയിനാണ് അടുത്തുള്ളത്. പെട്ടെന്നാണ് അവൻ്റെ കണ്ണ് റെഡ് ആവുന്നതും അവൻ എന്തൊക്കെയോ പോലെ ആവുന്നത്. ഒരുമാതിരി പെയിനൊക്കെ ഉള്ള കണക്ക്. ഹീറോയിനോട് പെട്ടെന്ന് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അവളത് കേൾക്കാതെ അവനെ പിടിച്ച് കിസ് ചെയ്യാണ്. കുറച്ചു നേരമായിട്ട് അങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. അത് നിർത്തുമ്പം ഹീറോ അവളെ പിടിച്ച് വെച്ച് കിസ് ചെയ്യാണ്. ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള കിസ്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ അവളുടെ പുറത്ത് മുറിഞ്ഞെടുത്ത് തൊടുന്നത്. അവൾക്ക് വേദനയാവുന്നത് ശ്രദ്ധിച്ച് അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇരുത്തി. ഡ്രസ്സ് വലിച്ചീറുന്നുണ്ട് പുറത്ത് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട്. കയ്യിലെ മരുന്ന് വരുത്തിച്ച് അത് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് ഹീറോയിന്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. അത്രത്തോളം ഓക്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ഹീറോ ചോദിക്കുന്നത് ആ കാണാതായ പെണ്ണിനെ കുറിച്ച്. കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ ആ പെണ്ണ് എന്തോ ലവ് ഫ്ലവർ തേടി പോയതാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഹീറോയിൻ. ലവ് ഫ്ലവറോ? അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ഹീറോ. ആ ഫ്ലവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പറയപ്പെടുന്നത് എന്ന് ഹീറോയിൻ. അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് മെങ് ഫാമിലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. മെങ് ഫാമിലി എന്ന് കേട്ടതും ഹീറോ കുറച്ച് ഷോക്കായിട്ട് എണീറ്റ് ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ ആ പെണ്ണിനെ വല്ല പ്രേതവും കയറിയതായിരിക്കുമോ എന്ന് ഹീറോയിന് ഭയങ്കര പേടി. ഞാനിതുവരേക്കും പ്രേതത്തെ കണ്ടിട്ടില്ലെന്ന് ഹീറോ. അപ്പം മരിച്ചിട്ടില്ലായിരിക്കുമോ എന്ന് ചോദിക്കുന്നതിന് ആ പെണ്ണ് ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേസ് പോലും വെക്കാതെ ഇങ്ങനെ കാണാതെ പോകത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ പോവാണെന്നും പറഞ്ഞ് സ്പീഡിൽ പോവാൻ നിൽക്കുമ്പം എനിക്ക് പേടിയാവുന്നു, പോവല്ലേ എന്ന് ഹീറോയിൻ. ആ പെണ്ണ് വല്ലതും തിരിച്ചു വന്നാലോ എന്ന്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്ന് ഇവളൊരുമാതിരി കുഞ്ഞു പിള്ളേർ ചോദിക്കുന്ന കണക്ക് ഡ്രസ്സിൽ പിടിച്ച് കളിച്ച് ചോദിക്കുന്നു. അത്ഭുതകരമായി ഹീറോ അതിനെ സമ്മതിച്ച് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റൂമിൽ കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഈ ഒറ്റ റൂമേ ഉള്ളൂ എന്ന് പറയാണ്. അത്രയും വലിയ വീട്ടിൽ ഒറ്റ റൂമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഹീറോയിൻ്റെ അടുത്ത് കൗച്ചിൽ അടക്കാൻ പറയാണ്. അവൻ ബെഡിലെ അടക്കുവാന്ന്. ഓ നോ പ്രോബ്ലം, ഞാൻ സുഖമായിട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞ് അവൾ റൂമിലെ കൗച്ചിൽ അടക്കാൻ നോക്കുമ്പം പിടിച്ചു നിർത്തിയിട്ട് ഇവിടെയല്ല പുറത്ത് ഹാളിലെ കൗച്ചിൽ. അതൊന്നും പറ്റൂല, എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ റൂമിലെ കൗച്ചിൽ കിടന്നോട്ടെ. ഇനിയിപ്പോൾ കുഴപ്പമുണ്ട് എന്നാണെങ്കിൽ ബെഡിൽ കിടന്നോളാം. ഹീറോ അങ്ങനെ രൂക്ഷമായിട്ടൊന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വരുമ്പം പെണ്ണാകപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. നോക്ക്, നീ കാരണം എനിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വേണം എന്നെ നോക്കാൻ. അത്രയും നേരം രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഹീറോ ഒന്നും പറയാതെ പുറത്തിറങ്ങി പോകുന്നുണ്ട്. അവക്ക് സന്തോഷം. രാത്രി ഹീറോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് മെങ്ങാണ്. കാലങ്ങളായിട്ട് ഹീറോയുടെ കാര്യങ്ങൾ നോക്കുന്നത് മെങ് ഫാമിലിയാണ്. ആ പെണ്ണിനെ കാണാതെ പോയതുമായിട്ട് ഇവനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, അന്വേഷിച്ചപ്പോഴും വലിയ അറിവൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് വിശ്വാസമായോ എന്നറിയത്തില്ല. പക്ഷെ ഒന്നുകൂടെ അന്വേഷിക്കാൻ പറയുന്നതിൻ്റെ കൂടെ ആ ക്ലിനിക്ക് നോക്കുന്നതും കൂടെ തന്നെ എൻ്റെ കാര്യം നോക്കുന്നതും നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് മെങ് ഫാമിലി നിങ്ങളെ സേവിക്കുന്നുണ്ട്, സോ അതെൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്, കുഴപ്പമൊന്നുമില്ലെന്ന് മെങ്. അത് കഴിഞ്ഞ് ഹീറോ മെങ്ങിൻ്റെ വൈഫിൻ്റെ മെമ്മോറിയൽ ഡേ ആവാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ചെറുതായിട്ടൊരു ദേഷ്യത്തിൽ അവൾ മരിച്ചിട്ടില്ല, കോമയിലാണ്. അന്ന് ഞാൻ അവളെ രക്ഷിച്ചില്ല, അതിന് എനിക്ക് എൻ്റേതായ കുറച്ച് റീസൺസ് ഉണ്ട്. അത് നീ മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും എനിക്കത് മനസ്സിലാവുമെന്ന് മെങ്ങ്. പക്ഷെ ആ പറയുന്നതിൽ എന്നെ വില്ലത്തരം വ്യക്തമായിട്ട് മനസ്സിലാവും.
അവര് പഴയ രീതിക്കുള്ള ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മിങ് പറയുന്നത് ഞാൻ ജയിച്ചു എന്ന്. അപ്പോഴാണ് ഹീറോ അത് ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ സമയം പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. നന്നായി മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി മിങ്ങിന്റെ വൈഫ് ബോധം കെട്ട് കിടക്കുകയാണ്. മരിച്ചോന്നറിയത്തില്ല, എന്താ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. തൻ്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മിങ് കെഞ്ചി ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളത് നീ മനസ്സിലാക്കണമെന്ന്. ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണ് മരിക്കുമ്പം ആരെങ്കിലും അഡ്വൈസും കേട്ടോണ്ടിരിക്കോ? പിന്നെ കിടന്ന് കുറേ കെഞ്ചുന്നുണ്ട്. പക്ഷേ ഹീറോ അത് കേൾക്കാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അത് അത്രത്തോളം ദേഷ്യത്തിലാണ് മെങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്ത സീനില് ഹീറോ രാത്രി ഉറങ്ങുവാണ്. ഈ ചെറുക്കനാണെങ്കിൽ എപ്പോൾ ഉറങ്ങിയാലും ആപ്സൊക്കെ കാണിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അത് പൊതുവെ ഒരാൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വരുമല്ലോ. ആ ക്യൂരിയോസിറ്റിയിൽ ഹീറോയിനും പോയിട്ട് അവൻ്റെ മേത്ത് തൊടുന്നുണ്ട്. അങ്ങനെ ഈ തൊട്ട് താഴേക്ക് വരുമ്പം ഹീറോ അവളുടെ കയ്യിൽ ഏറി പിടിക്കുന്നുണ്ട്. പെണ്ണിനെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയും നല്ല ബോഡിയാണ്. ഫസ്റ്റ് കണ്ടപ്പോഴേ നമ്മൾ നോക്കിയിരുന്നതാണ്. എന്തായാലും ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്.